മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ന്യൂ ഇയർ പ്ലാനിങ്ങിൽ ഒന്നായിട്ട് നമ്മുടെ കൃഷി കാണാൻ പോവാണ്. നമ്മുടെ കൃഷി ഒരുവിധം എന്താ പറയുക സെറ്റായി. നമ്മൾ കുറേയൊക്കെ വിളവെടുപ്പ് നടത്തി. അതിൽ മെച്ചപ്പെട്ട ഒരു കൃഷി എന്ന് പറയല്ല, മെച്ചപ്പെട്ടൊന്നും കിട്ടിയത് ചീര മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ കൃഷിയാകുമായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് വീട് ഇവിടെ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വന്ന കാരണം കാര്യമായി ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് നേരെ കൃഷി. അപ്പോൾ ഇതാണ് നമ്മുടെ കൃഷിത്തോട്ടം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ ആകെ പുല്ലൊക്കെ പിടിച്ച് പച്ചപ്പായിട്ടാണ് നിൽക്കുന്നത്. കാണാൻ നല്ല ലുക്കാണ്, എന്നാൽ നമ്മുടെ കൃഷിത്തോട്ടം ഒന്നും കണ്ടാൽ പറയില്ല, ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ദിവസം 10-20 ദിവസം എനിക്ക് ഒന്ന് മാറി നിൽക്കേണ്ടി വന്നു. അമ്മയ്ക്ക് വയ്യാതെ അവിടെ നോക്കാൻ പോയി നിന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ അത്ര കാര്യമായ വിളവെടുപ്പ് എടുക്കാൻ വേണ്ടി ഒന്നും തന്നെ ഉണ്ടായില്ല. എന്നാലും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടായത്. ഈ തക്കാളിയൊക്കെ ഉണ്ടായിട്ടോ, 3-4 തൈയൊക്കെ ഉണ്ട്. അതിനൊക്കെ അത്യാവശ്യം ഓരോ 1-2 തക്കാളികളൊക്കെ കായ്ച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മുതലായി ഈ വിളവെടുക്കാൻ പറ്റിയത് ചീരയാണ്. ചീര അത്യാവശ്യത്തിനല്ല, നന്നായി തന്നെ ഉണ്ടായി. ചീരയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് വളമോ അങ്ങനെ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. പിന്നെ നമ്മൾ വളമൊക്കെ കൊടുക്കാൻ ഇതിനും കൂടെ നന്നായി ഉണ്ടായേനെന്ന് ഇപ്പോൾ തോന്നുന്നു. പിന്നെ നമ്മുടെ മധുരക്കിഴങ്ങ് പടർന്ന് പന്തലിച്ച് പോയിട്ടുണ്ട്. പക്ഷെ അത് കാര്യമില്ല, നമ്മൾ അടിയിൽ മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ സെറ്റായി വരുള്ളൂ. അതുപോലെ മത്തങ്ങ ഇത് പടർന്നു തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ പയർ ചുവന്ന പയറാണ്, ഉണ്ടാവുന്നൊക്കെ ഉണ്ട്. പിന്നെ അത് നല്ല വള്ളിപ്പയറുകളാണ്. അപ്പോൾ നന്നായി ഒരു പന്തലൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കണം. പിന്നെ അമര എന്ന് പറയുന്നത് അത് നന്നായി പിടിച്ചിട്ടുണ്ട്, പൂവൊക്കെ ഇന്നുണ്ട്. പക്ഷെ അതിനും ഈ പന്തലൊന്നിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഈ പച്ചമുളകൊക്കെ ഒന്ന് സ്തംഭിച്ച മാതിരി നിൽക്കുകയാണ്. നമ്മൾ വലുതാവണില്ല, പക്ഷെ ഉഷാറൊക്കെ കാണുന്നുണ്ട്. അതേപോലെ വഴുതനങ്ങൾ വീണ്ടും വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് കരിഞ്ഞു തുടങ്ങി. വെണ്ടക്കായ എന്ന് പറയുന്നത് അത്ര അങ്ങോട്ട് ഉയരത്തിൽ വന്നില്ല, എന്നാലും അത്യാവശ്യം നമ്മൾ കായൊക്കെ ഉണ്ടായിട്ടോ. നമ്മളധികം ചെറിയ കായ്കളായിരുന്നു. അപ്പോൾ അത് വളമൊക്കെ കൊടുക്കാൻ വെച്ചാൽ നല്ല ഉഷാറോട് കൂടി നല്ല സുന്ദര കുട്ടപ്പന്മാരായേനെ. പക്ഷെ വേണ്ടത്ര കെയറിങ് കൊടുക്കാൻ പറ്റില്ല നമുക്ക്. തക്കാളിയൊക്കെ ഏകദേശം പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പച്ചപ്പയർ നട്ടിട്ടുണ്ടായിരുന്നു, അതും അതെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ പടരാത്ത കാരണം ഇപ്പോൾ പന്തലൊക്കെ ഇട്ട് പടർത്തി പെട്ടെന്ന് നന്നായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം. നമുക്ക് കാര്യമായി കെയർ ചെയ്തില്ലെങ്കിൽ ഇവർ നമുക്ക് ഒരു മൂല്യധനം തരില്ല കേട്ടോ. നമ്മൾ ഇവരെ എന്താ പറയുക, നമ്മുടെ മക്കൾ നിൽക്കണ പോലെ പരിപാലിച്ചാൽ തന്നെയാണ് കൃഷിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിളവെടുക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കാര്യമായി പരിപാലിക്കണം. പക്ഷേ അങ്ങനെയൊക്കെ വിചാരിച്ച് തുടങ്ങിയൊരു ന്യൂ ഇയർ പ്ലാനിങ് ആയിരുന്നു എൻ്റെ ഈ കൃഷി എന്ന് പറയുന്നത്. നല്ല രീതിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ നിന്നും മാറി നിൽക്കേണ്ട അവസ്ഥ കാരണമാണ്. ഇവിടെ അമ്മ നോക്കും, വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമെങ്കിലും കാര്യമായ കെയറിങ്ങിന് സമയമില്ല, ജോലിക്ക് പോകണം കാരണം. അപ്പോൾ ഈ മത്തങ്ങയാണെങ്കിൽ ഇവിടെ പൂവിട്ട് നിൽക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കൃഷിയിടത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ കൃഷി ചെയ്യാനും കൃഷിക്കാരൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.